ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 53-ാം ദിവസം. പാളയമടിക്കേണ്ട ക്രമം. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 2-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം, 85-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. ഇസ്രായേല്യർ പാളയമടിക്കേണ്ട ക്രമവും അംഗസംഖ്യ വിവരണവുമാണ് സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നും നാം ശ്രവിക്കുന്നത്. സെയ്ർ വഴി മൊവാബിലേക്കും തുടർന്ന് അമ്മോനിലേക്കുമുള്ള യാത്രയും തുടർന്ന് ഹെഷ്ബോൻ രാജ്യം കീഴടക്കുന്നതുമാണ് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും നാം വായിക്കുന്നത്. ദൈവം ഒരിക്കൽ നൽകിയ വാഗ്ദാനവും ഉറപ്പും ഒരിക്കലും പിൻവലിക്കുകയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ തിരുവചനം നമുക്ക് നൽകുന്നു. സംഖ്യയുടെ പുസ്തകം 2-ാം അധ്യായം, പാളയമടിക്കേണ്ട ക്രമം. കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യർ തങ്ങളുടെ പിതൃഭവനം അനുസരിച്ചുള്ള അടയാളങ്ങളോടൊത്ത് ഓരോ ആൾ തൻ്റെ പതാകയോട് ചേർന്ന് പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് നേർക്കായി ചുറ്റും അവർ പാളയമടിക്കണം. യൂദാ പാളയത്തിൻ്റെ പതാകയുള്ളവർ തങ്ങളുടെ സൈന്യവ്യൂഹം അനുസരിച്ച് ഉദയദിശയിൽ കിഴക്കു ഭാഗത്തേക്കാണ് പാളയമടിക്കേണ്ടത്. യഹൂദ്യർക്ക് നായകൻ അമിനാദാമിൻ്റെ മകൻ നക്ഷോൻ, അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 74,600. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നവർ ഇസാക്കർ ഗോത്രം. ഇസാക്യർക്ക് നായകൻ സുവാറിൻ്റെ മകൻ നെത്താനിയേൽ, അവൻ്റെ സൈന്യവും അതിൻ്റെ അംഗസംഖ്യയും 54,400. സെബ്ലൂൺ ഗോത്രം. സെബ്ലൂന്യർക്ക് നായകൻ ഹേലോൻ്റെ പുത്രൻ എലിയാബ്, അവൻ്റെ സൈന്യവും അതിൻ്റെ അംഗസംഖ്യയും 57,400. യൂദാപാളയത്തിന് അവരുടെ സൈന്യങ്ങളനുസരിച്ച് ആകെ അംഗസംഖ്യ 1,86,400. അവരാണ് ആദ്യം നീങ്ങേണ്ടത്. ദക്ഷിണഭാഗത്ത് തങ്ങളുടെ സൈന്യവ്യൂഹമനുസരിച്ച് റൂബൻ്റെ പാളയ പതാക. റൂബന്യർക്ക് നായകൻ ഷദയൂറിൻ്റെ മകൻ എലിസൂർ, അവൻ്റെ സൈന്യവും അതിൻ്റെ അംഗസംഖ്യയും 46,500. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നത് ശിമയോൻ ഗോത്രം. ശിമയോന്യർക്ക് നായകൻ സുരിഷദ്ദായുടെ പുത്രൻ ഷെലൂമിയേൽ, അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 59,300. ഗാദ് ഗോത്രം. ഗാദ്യർക്ക് നായകൻ റവുവേലിൻ്റെ പുത്രൻ എലിയാസഫ്, അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 45,650. റൂബൻ പാളയത്തിന് അവരുടെ സൈന്യവ്യൂഹമനുസരിച്ച് ആകെ അംഗസംഖ്യ 1,81,450. അവരാണ് രണ്ടാമത് നീങ്ങേണ്ടത്. പാളയങ്ങൾക്ക് മധ്യത്തിലായി ലേവായരുടെ പാളയവും സമാഗമ കൂടാരവും നീങ്ങണം. അവർ പാളയമടിച്ചതുപോലെ ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനമനുസരിച്ച് പതാകകളോടൊത്ത് നീങ്ങണം. പടിഞ്ഞാറ് ഭാഗത്ത് എഫ്രായിമിൻ്റെ പാളയ പതാക. അവരുടെ സൈന്യവ്യൂഹമനുസരിച്ച് എഫ്രായിമ്യർക്കു നായകൻ അമിഹൂദിൻ്റെ മകൻ എലിഷാമ, അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 40,500. അതിനോട് ചേർന്ന് മനാസേ ഗോത്രം. മനാസ്യർക്ക് നായകൻ പെദക്സൂറിൻ്റെ പുത്രൻ ഗമാലിയേൽ, അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 30,200. തുടർന്ന് ബെഞ്ചമിൻ ഗോത്രം. ബെഞ്ചമിന്യർക്ക് നായകൻ
ഗിദിയോനിയുടെ പുത്രൻ അബിദാൻ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 35,400. എഫ്രായിമിൻ്റെ പാളയത്തിന് അവരുടെ സൈന്യങ്ങളനുസരിച്ച് മൊത്തം അംഗസംഖ്യ 1,08,100. അവരാണ് മൂന്നാമത് നീങ്ങേണ്ടത്. വടക്കു ഭാഗത്ത് ദാനിൻ്റെ പാളയ പതാക അവരുടെ സൈന്യങ്ങളനുസരിച്ച് ദാന്യർക്ക് നായകൻ അമിഷദായിയുടെ മകൻ അഹിയസർ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 62,700. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നവർ ആഷേർ ഗോത്രം. ആഷേര്യർക്ക് നായകൻ ഒക്രോൻ്റെ മകൻ പഗിയൽ. അവൻ്റെ സൈന്യവും അവൻ്റെ അംഗസംഖ്യയും 41,500. തുടർന്ന് നഫ്താലി ഗോത്രം. നഫ്താലിയർക്ക് നായകൻ യനാനിൻ്റെ മകൻ അഹീറ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 53,400. ദാനിൻ്റെ പാളയത്തിന് മൊത്തം അംഗസംഖ്യ 1,57,600. അവരാണ് തങ്ങളുടെ പതാകകളനുസരിച്ച് അവസാനമായി നീങ്ങേണ്ടത്. തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഇസ്രായേല്യരുടെ അംഗസംഖ്യ ഇതാണ്. തങ്ങളുടെ സൈന്യങ്ങളനുസരിച്ച് പാളയങ്ങളുടെ മൊത്തം അംഗസംഖ്യ 6,03,550. ഇസ്രായേല്യർക്കിടയിൽ ലേവായർ എണ്ണപ്പെട്ടില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേല്യർ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ അവർ പതാകകളനുസരിച്ച് പാളയമടിച്ചു. അപ്രകാരം തന്നെയാണ് ഓരോരുത്തരും തൻ്റെ കുടുംബങ്ങളനുസരിച്ച് തൻ്റെ പിതൃഭവനത്തോട് ചേർന്ന് നീങ്ങിയത്. ആവർത്തന പുസ്തകം 2-ാം അധ്യായം. സെയർ വഴി മൊവാബിലേക്ക്. കർത്താവ് എന്നോട് നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ തിരിഞ്ഞ് ചെങ്കടലിൻ്റെ വഴിയെ മരുഭൂമിയിലേക്ക് നീങ്ങി. എന്നിട്ട് ഏറെ ദിവസങ്ങൾ നമ്മൾ സെയർ മല ചുറ്റി. അപ്പോൾ കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഈ മല നിങ്ങൾ വേണ്ടുവോളം ചുറ്റിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ വടക്കോട്ട് തിരിയുവിൻ. നീ ജനത്തെ ഇപ്രകാരം അനുശാസിക്കുക, സെയറിൽ താമസിക്കുന്ന നിങ്ങളുടെ സഹോദരനായ ഏസാവ്യരുടെ അതിർത്തി നിങ്ങൾ കടക്കുകയാണ്. അവർ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഏറെ ജാഗ്രത പാലിക്കണം. നിങ്ങൾ അവരുമായി കലഹിക്കരുത്. അവരുടെ ദേശത്തു നിന്ന് കാൽനട വഴി പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല, തീർച്ച. കാരണം ഞാൻ ഏസാവിന് കൈവശ വസ്തുവായി നൽകിയതാണ് സെയർമല. അവരിൽ നിന്ന് ഭക്ഷ്യധാന്യം വിലയ്ക്ക് വാങ്ങി നിങ്ങൾ ആഹരിക്കണം. വെള്ളം പോലും അവരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയാണ് നിങ്ങൾ കുടിക്കേണ്ടത്. എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ എല്ലാ കരവേലയിലും നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ മഹാമരുഭൂമി നിങ്ങൾ താണ്ടുന്നത് അവിടുന്ന് അറിയുന്നുണ്ട്. ഈ 40 സംവത്സരവും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് ഒരു കാര്യവും കുറവുണ്ടായില്ല. അങ്ങനെ നമ്മൾ സെയറിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരരായ ഏസാവ്യരിൽ നിന്ന് അറാബ വഴിയിൽ നിന്നും ഏലാത്തിൽ നിന്നും എസിയോൻ ജേബറിൽ നിന്നും കടന്നുപോയി. തുടർന്ന് നമ്മൾ മോവാബ് മരുഭൂമിയുടെ വഴി ലക്ഷ്യം വെച്ച് മുന്നേറി. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മോവാബ്യരെ സമ്മർദ്ദത്തിലാക്കുകയോ അവരുമായി യുദ്ധത്തിലേർപ്പെടുകയോ അരുത്. എന്തെന്നാൽ അവരുടെ ദേശത്തു നിന്ന് നിനക്ക് ഞാൻ കൈവശവസ്തു തരികയില്ല. കാരണം ലോത്യർക്ക് കൈവശവസ്തുവായി ഞാൻ നൽകിയതാണ് ആർദേശം. പണ്ട് ആനാക്കുകളെപ്പോലെ ഉയരമുള്ള വലുതും പ്രശസ്തരുമായ ഏമുകൾ എന്നൊരു കൂട്ടർ അവിടെ താമസിച്ചിരുന്നു. അനാക്കുകളെപ്പോലെ അവരും റാഫാകൾ എന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും മൊവാബുകാർ അവരെ ഏമുകൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ സെയറിൽ പണ്ട് താമസിച്ചിരുന്നത് ഹോറികളാണ്. അവരെ ഏസാവ്യർ തുരത്തുകയും തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയും തൽസ്ഥാനത്ത് താമസമുറപ്പിക്കുകയും ചെയ്തു. കർത്താവ് തങ്ങൾക്ക് നൽകിയ കൈവശ ദേശത്തോട് ഇസ്രായേല്യർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് സെറത്ത് അരുവി കടക്കുവിൻ. അങ്ങനെ നമ്മൾ സെറത്ത് അരുവി കടന്നു. നമ്മൾ കാദേശ് ബർണായിൽ നിന്ന് യാത്ര തിരിച്ച് സെറത്ത് അരുവി കടക്കുന്നതുവരെയുള്ള കാലം 38 വർഷമായിരുന്നു. അപ്പോഴേക്കും പോരാളികളുടെ തലമുറ മുഴുവൻ കർത്താവ് അവരോട് ശബ്ദം ചെയ്തിരുന്നത് പ്രകാരം പാളയമധ്യേ നിന്ന് തിരോഭവിച്ചിരുന്നു. അവർ തിരോഭവിക്കുന്നതുവരെ പാളയമധ്യേ നിന്ന് അവരെ അസ്വസ്ഥരാക്കാൻ കർത്താവിൻ്റെ കരവും അവരുടെ മേലുണ്ടായിരുന്നു. മൊവാബ് കടന്ന് അമ്മോനിലേക്ക്. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു. കർത്താവ് എന്നോട് ഇപ്രകാരം വചിച്ചു, നീ ഇന്ന് മൊവാബിൻ്റെ അതിർത്തിയായ ആർദേശം കടക്കുകയാണ്.
നീ അമ്മോന്യരുടെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കുകയോ അവരുമായി കലഹിക്കുകയോ അരുത്. എന്തെന്നാൽ അമ്മോന്യരുടെ ദേശത്തു നിന്ന് ഞാൻ നിനക്ക് കൈവശഭൂമി തരികയില്ല. കാരണം ഞാൻ ലോത്യർക്ക് കൈവശഭൂമിയായി കൊടുത്തതാണത്. അതും റാഫാകളുടെ രാജ്യമാണെന്നാണ് കരുതപ്പെടുന്നത്. പണ്ട് റാഫാകൾ അവിടെ താമസിച്ചിരുന്നു. അമ്മോൻകാർ അവരെ സംസോമുകൾ എന്ന് വിളിക്കുന്നു. അനാക്കുകളെ പോലെ ഉയരമുള്ള വലുതും പ്രശസ്തവുമായ ഒരു ജനം. പക്ഷെ കർത്താവ് അവരെ ഇവരുടെ മുമ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു. അവർ അവരെ തുരത്തുകയും തലസ്ഥാനത്ത് താമസമുറപ്പിക്കുകയും ചെയ്തു. സെയറിൽ താമസിക്കുന്ന ഏസാവ്യരുടെ മുമ്പിൽ നിന്ന് ഹോറികളെ ഇല്ലായ്മ ചെയ്തപ്പോൾ അവിടുന്ന് അവർക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവർ അവരെ തുരത്തി തലസ്ഥാനത്ത് ഈ നാൾ വരെയും പാർക്കുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവ്വാക്കാർ ഗാസ വരെ ഉണ്ടായിരുന്നു. എന്നാൽ കഫ്തോറിൽ നിന്ന് പുറപ്പെട്ടു വന്ന കഫ്തോറുകാർ അവരെ തുരത്തി തലസ്ഥാനത്ത് താമസമുറപ്പിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങുവിൻ, അർണോൺ അരുവി കടക്കുവിൻ. നോക്കൂ, അമോര്യനായ ഹെഷ്ബോൺ രാജാവ് സീഹോനെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. അത് കൈവശപ്പെടുത്തി തുടങ്ങിക്കൊള്ളൂ, അവനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊള്ളൂ. ഇന്ന് ഞാൻ ആകാശങ്ങൾക്കെല്ലാം കീഴിലുള്ള ജനങ്ങളുടെ മുമ്പിൽ നിന്നോടുള്ള പരിഭ്രാന്തിയും ഭയവും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിൻ്റെ ഖ്യാതി കേൾക്കുമ്പോൾ അവർ നിൻ്റെ മുമ്പിൽ വിറകൊള്ളുകയും വിറങ്ങലിക്കുകയും ചെയ്യും. ഹെഷ്ബോൻ രാജ്യം കീഴടങ്ങുന്നു. തുടർന്ന് ഞാൻ കെദേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായ സീഹോൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ ഇപ്രകാരം സമാധാന വചസ്സുമായി അയച്ചു. നിന്റെ ദേശത്തിലൂടെ ഇടംവലം തിരിയാതെ വഴിയിലൂടെ മാത്രം നടന്ന് ഞാൻ കടന്നുപോയിക്കൊള്ളട്ടെ. നീ എനിക്ക് ഭക്ഷ്യധാന്യം പണത്തിന് വിൽക്കുമെങ്കിൽ ഞാൻ ഭക്ഷിക്കും. വെള്ളം നീ എനിക്ക് പണത്തിന് നൽകുമെങ്കിൽ ഞാൻ കുടിക്കും. കാൽനടയായി കടന്നു പോകാൻ എന്നെ അനുവദിക്കണമെന്ന് മാത്രം. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്ത് ഞാൻ ജോർദാൻ കടക്കുന്നതുവരെ സെയർ നിവാസികളായ ഏസാവ്യരും ആർ നിവാസികളായ മോവാബുകാരും എനിക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ. എന്നാൽ നമ്മൾ കടന്നു പോകാൻ ഹെഷ്ബോൺ രാജാവായ സീഹോൻ അനുവദിച്ചില്ല. കാരണം അവനെ ഇന്നായിരിക്കുന്നത് പോലെ തന്നെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിൻ്റെ ദൈവമായ കർത്താവ് അവൻ്റെ മനസ്സ് കടുപ്പിക്കുകയും ഹൃദയം കനപ്പിക്കുകയും ചെയ്തിരുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നോക്കൂ, സീഹോനെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു തരാൻ പോകുന്നു. നീ ആരംഭിച്ചു കൊള്ളുക, അവൻ്റെ ദേശം സ്വന്തമായി കൈവശപ്പെടുത്തിക്കൊള്ളുക. സീഹോൻ അവനും അവൻ്റെ ജനമൊക്കെയും നമ്മെ എതിരിടാൻ യഹസിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചു തന്നു. അവനെയും അവൻ്റെ മകനെയും ജനം മുഴുവനെയും നമ്മൾ പ്രഹരിച്ചു. ആ സമയം അവൻ്റെ സകല പട്ടണങ്ങളിലും നമ്മൾ പിടിച്ചെടുത്തു. ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഓരോ നഗരവും നമ്മൾ ഉന്മൂലനാചാര വിധേയമാക്കി. അതിജീവിക്കുന്നതായി ഒന്നും അവശേഷിപ്പിച്ചില്ല. നമുക്കായി നമ്മൾ കവർന്നെടുത്ത മൃഗഗണവും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ കൊള്ളവസ്തുക്കളും ഒഴികെ അർണോൺ അരുവിക്കരയിലുള്ള അരോവേറും താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലെയാദ് വരെ നമുക്ക് അപ്രാപ്യമായ ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചു തന്നു. യാബോക്ക് അരുവിയുടെ ഏതെങ്കിലും ശാഖയും ഗിരിനഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമ്മോന്യദേശത്തെയോ നമ്മുടെ ദൈവമായ കർത്താവ് വിലയ്ക്ക് കൽപ്പിച്ച എന്തിനെയെങ്കിലുമോ നീ സമീപിച്ചില്ല എന്ന് മാത്രം. സങ്കീർത്തനം 85. കർത്താവ് പ്രസാദിക്കുമ്പോൾ. ഗായക നേതാവിന് കൊറഹ്യരുടേത് കീർത്തനം. കർത്താവെ, അങ്ങയുടെ ദേശത്തോട് പ്രസാദിച്ച് യാക്കോബിൻ്റെ അടിമത്വം അങ്ങ് നീക്കി. അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് ക്ഷമിച്ചു. അവരുടെ സകല പാപവും അങ്ങ് മറച്ചു. സല. അങ്ങയുടെ അമർഷമെല്ലാം അങ്ങ് പിൻവലിച്ചു. അങ്ങയുടെ ഉഗ്ര കോപത്തിൽ നിന്ന് അങ്ങ് സ്വയം പിന്മാറി. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളോടുള്ള അങ്ങയുടെ വിഷമം ഇല്ലായ്മ ചെയ്യണമേ. അങ്ങ് എന്നേക്കും ഞങ്ങൾക്കെതിരെ കോപിഷ്ഠനായിരിക്കുമോ? തലമുറ തലമുറയിലേക്ക് അങ്ങയുടെ കോപം വ്യാപിപ്പിക്കുമോ? അങ്ങ് തിരിച്ചു വന്ന് ഞങ്ങളെ ജീവിപ്പിക്കുമ്പോഴല്ലേ അങ്ങയുടെ ജനം
അങ്ങിൽ സന്തോഷിക്കുന്നത്. കർത്താവെ, ഞങ്ങളോട് അങ്ങയുടെ കാരുണ്യം കാണിക്കണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവായ തമ്പുരാൻ ഉര ചെയ്യുന്നത് എന്തെന്ന് ഞാൻ കേൾക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനത്തോടും തൻ്റെ ഭക്തരോടും സമാധാനം സംസാരിക്കും. അങ്ങനെ അവർ ഭോഷത്തിലേക്ക് തിരിയാതിരിക്കട്ടെ. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളാൻ തക്കവിധം അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് അവിടുത്തെ രക്ഷ നിശ്ചയമായും സമീപസ്ഥമാണ്. കൃപയും സത്യവും തമ്മിൽ ആശ്ലേഷിക്കും, നീതിയും സമാധാനവും ചുംബിക്കും. ഭൂമിയിൽ നിന്ന് സത്യം മുളയെടുക്കും, ആകാശത്തു നിന്ന് നീതി താഴേക്ക് നോക്കും. അതെ, കർത്താവ് നന്മ പ്രദാനം ചെയ്യും, നമ്മുടെ ദേശം അതിൻ്റെ വിളവ് നൽകും. തിരുമുമ്പിൽ നീതി സഞ്ചരിക്കും, അത് തൻ്റെ കാലടികൾ യാത്രയ്ക്ക് സജ്ജമാക്കും.